എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പീഡന പരമ്പരയിൽ കൂടെയാണ്. അതെ, നമ്മളെ മലയാളം സിനിമയിലെ അതിഗംഭീരമായ സാഹസിക കഥകൾ. ഓരോ ദിവസം ഓരോ പുതിയ പേരുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം പുതിയ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ മുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പല മുഖങ്ങളും വെളിച്ചത്തോട്ട് വരുന്നു, പല മുഖങ്ങളും രാജിവെച്ചു പോകുന്നു. പല മുഖങ്ങളെ കൊണ്ട് രാജിവെപ്പിക്കാനും വെളിയിലേക്ക് ചാടിക്കാനും വേണ്ടി മാധ്യമങ്ങൾ നെട്ടോട്ടം ഓടി നടക്കുന്നു. അതിനിടയിൽ ഈ കേസൊക്കെ ഒതുക്കി തീർക്കാനെന്ന പോലെ മറ്റൊരു കേസ് പൊക്കി കൊണ്ടുവരാൻ അതിനിടയിൽ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഒരു മലയാളികൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ മൊത്തം ഇതന്നെ മലയാളിക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. വേറെ ഒരു വാർത്തയും ഇപ്പോൾ വരുന്നില്ല. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വാർത്തകൾ കൊണ്ട് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരു ഹരം പോലെ, ഒരു ആഘോഷം പോലെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഇത് കൊണ്ടു നടക്കുന്നത്. നമ്മളെ സോഷ്യൽ മീഡിയ ചാനൽസ് ആയാലും മെയിൻ സ്ട്രീം മീഡിയ ചാനൽസ് ആയാലും യെല്ലോ പത്രങ്ങളായാലും എല്ലാവരും ഇതൊരു ആഘോഷമാക്കി കൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ നമ്മളെ മലയാളികളെ ഹരം കൊള്ളിക്കുന്നു, പുളകം കൊള്ളിക്കുന്നു, ഇക്കിളി കൊള്ളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. ശരിക്കും സംഭവം എന്തായാലും ഒരു ആഘോഷം തന്നെ. ഈ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വരുമ്പോഴേക്കും അതിനു മുമ്പ് ഒരു പീഡനാഘോഷം. വാവ്. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു, പല പേരുകൾ പുറത്തു വന്നു. പല നടിമാരാണോ അതോ വെറുതെ പൊന്തി വരുന്ന കുറേ സ്ത്രീകളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. അവരോരോരുത്തരുടെ പേരിങ്ങനെ എണ്ണി പറയുന്നുണ്ട്. പീഡിപ്പിച്ചു എന്ന് പറയുന്നു, തൊട്ടു എന്ന് പറയുന്നു, തോണ്ടിയെന്ന് പറയുന്നു, ഉമ്മ വെച്ചു എന്ന് പറയുന്നു, കഥയിൽ വന്ന് മുട്ടിയെന്ന് പറയുന്നു. അങ്ങനെ പല കഥകളും വരുന്നുണ്ട്. അതിനൊക്കെ ഒരു പേരുകളും പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വന്ന് പറയും ഇന്ന നടനായിരുന്നു, പിന്നെ വന്ന് പറയും ആ നടനല്ല. അങ്ങനെയും ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സോ ഫൈനലി നമ്മൾ അറിയുന്നത് മോഹൻലാൽ രാജിവെച്ചു എന്നാണ് അമ്മയിൽ നിന്ന്. എന്തൊക്കെ പറഞ്ഞാലും ട്രോളന്മാർക്കൊരു എന്താ പറയുക, ഒരു സദ്യ തന്നെയാണ് ഇപ്പോൾ. അത് ഒരു പൂരം എന്നൊക്കെ പറയാം. ട്രോളന്മാരുടെ ഒരു പൂരമാണ് ഇപ്പോൾ. അവർക്കുള്ള കണ്ടന്റ് ദിവസവും മണിക്കൂറിന് സംഭവം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ചിരിച്ച് ചത്തുപോകും. ആ ഒരു ലെവലാണ് ഇപ്പോൾ. എന്തായാലും നമ്മളെ ടാലൻ്റ് ആയിട്ടുള്ള ട്രോളന്മാർക്ക് ഒരു സലാം ഇരിക്കട്ടെ. അതിനിടയിൽ നമ്മളെ മോഹൻലാൽ അമ്മയിൽ നിന്ന് രാജിവെച്ചു. അമ്മ പിരിച്ചുവിടുന്നൊക്കെയാണ് പറയുന്നത്. സോ ഞാൻ ഇത്രയൊക്കെ സംഭവം ഇങ്ങനെ നമ്മൾ ന്യൂസൊക്കെ കണ്ട് ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾക്കൊരു മനസ്സിലൊരു കുറേ കാര്യങ്ങൾ നമ്മളും ചിന്തിക്കുമല്ലോ. ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ, അല്ല ഒരു സാധാരണ പ്രേക്ഷകൻ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് ജീവിയാവാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മളേതായിട്ടുള്ള ചെറിയ ഒരു ബുദ്ധിയൊക്കെ വെച്ച് നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പവർ ഷിഫ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു പവർ ഷിഫ്റ്റ്. ഈ പീഡന കഥകളും പീഡന വിരുദ്ധന്മാരും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊരു പാർട്ടിന് അങ്ങനെ പോകുന്നു. പക്ഷേ മലയാളം സിനിമയിൽ ഒരു പവർ ഷിഫ്റ്റ് എനിക്ക് തോന്നുന്നപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തലമുറയെ ഒഴിവാക്കിയിട്ട് അടുത്ത തലമുറ ആ പവറിലേക്ക് കയറുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല ശരിക്കും സംഭവിക്കുന്നപ്പോൾ. അതല്ല ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈവൻ മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നതല്ലേ, പൃഥ്വിരാജ് അമ്മയുടെ തലപ്പത്ത് വരുമോ, പാർവതി തിരുവോത്ത് ഇതിൻ്റെ സെക്രട്ടറി ആവുമോ, തേങ്ങയാവുമോ എന്നൊക്കെയല്ലേ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വുമൺ കളക്റ്റീവിൽ നിന്ന് ആരെങ്കിലും സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുമോ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ചകളിൽ പ്രധാനമായിട്ടും എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ. പീഡനത്തിൻ്റെ സംഭവം, പീഡിപ്പിച്ചു എന്ന് പറയുന്ന സംഭവമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഒരു വഴിക്ക് അവിടെ പോകുന്നു. ബട്ട് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഫോർഗ്രൗണ്ടിലോ ബാക്ക്ഗ്രൗണ്ടിലോ ഏത് ഗ്രൗണ്ടിലായാലും ഞാനത് ഒന്ന്
ആ ഭാഗം മാറ്റി നിർത്തി ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു പവർ ഷിഫ്റ്റ് ആണിപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്. ലാലേട്ടൻ പോയി, സിദ്ദിഖ് പോയി, ബാബുരാജ് എന്തായാലും പോകണം, ഇടവേള ബാബു എന്തായാലും ഒതുങ്ങി, പിന്നെ മുൻനിര ഡയറക്ടറായിരുന്ന രഞ്ജിത്ത് രാജിവെച്ചു, പുള്ളിക്ക് അഗെയിൻസ്റ്റ് കേസ് വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ആ ഒരു തലമുറയിലെ ഒരു മേജർ ഡയറക്ടർ അങ്ങനെ ഒഴിവായിപ്പോയി. പിന്നെ മറ്റുള്ള മേജർ ഡയറക്ടേഴ്സൊന്നും, പഴയകാല ഡയറക്ടേഴ്സും അത്ര ആക്റ്റീവ് അല്ല. പിന്നെ ഷാജി കൈലാസൊക്കെയാണ് ഇപ്പോൾ അടുത്ത് പൊന്തി വന്നിരിക്കുന്നത്. പുള്ളി പക്ഷേ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടൊരു മനുഷ്യനാണ്. ഏത് തലമുറയായിട്ടും പുള്ളി അങ്ങനെ ഇന്ന ആക്ടർ ഉണ്ടായാലേ പുള്ളി സിനിമ എടുക്കുന്നൊന്നും പുള്ളിക്കില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളി ഏത് ഡയറക്ടർ വന്ന, ഏത് നടൻ വന്നാലും പുള്ളി അത് വെച്ചിട്ട് ചെയ്യുമെന്നൊക്കെ പുള്ളിക്ക് ഇപ്പോൾ ബുദ്ധി വന്നു. സോ ഞാൻ പറയുന്ന ഒരു പവർ ഷിഫ്റ്റാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഈ പീഡന കേസും ഹേമ റിപ്പോർട്ടും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായ ഒരു സംഭവമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈ WCC തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ഈ നമ്മളെ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ, തെറ്റുകാരനാണോ, അയാൾ തന്നെയാണോ ഇത് ചെയ്ത് എന്നൊന്നും ഇതുവരെ ആർക്കും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ നല്ലവനാണോ ചെയ്തവനാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ഞാനും പറയുന്നത്. മറ്റുള്ള എല്ലാവരും പറയുന്ന പോലെ അത് നമുക്കറിയില്ല. ബട്ട് ആ സമയത്ത് ദിലീപിനെ ഒതുക്കുമായിരുന്നു ഒരു മെയിൻ എന്താ പറയുക ഘടകം. ദിലീപ് അത്രയും പവർഫുൾ ആയിരുന്നൊരു സമയമായിരുന്നു ആ സമയത്ത്. എന്ത് സിനിമയെ സംബന്ധിച്ചുള്ള എല്ലാ മേഖലയിലും ഏത് കാര്യത്തിലും അയാളുടെ ഒരു കയ്യൊപ്പില്ലാതെ മുന്നോട്ട് പോകാത്തൊരവസ്ഥ വന്നിരുന്നു. അതിൻ്റെ ഒരു സഫോക്കേഷൻ എനിക്ക് തോന്നുന്നു ഒരുവിധം ഈവൺ ഇപ്പോഴുള്ള മെഗാ സ്റ്റാർസ് വരെ അനുഭവിച്ചിട്ടുണ്ടാവും. അതിൽ പലർക്കും നേരിട്ടടി കിട്ടി, ചിലർക്ക് വളഞ്ഞ വഴി അടി കിട്ടി, ചിലരെ ഭയങ്കരമായിട്ട് ഒതുക്കി, ചിലരെ ഭാഗികമായിട്ട് ഒതുക്കി, ചിലർക്ക് പണി കൊടുത്തു, ചിലർക്ക് വളഞ്ഞ വഴിയിൽ പണി കൊടുത്തു. അങ്ങനെ പല സംഭവങ്ങളും ദിലീപ് അതിൽ ചെയ്തിട്ടുണ്ട്. അത്ര നല്ല മഹാനായ വ്യക്തിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ദിലീപിനെ എങ്ങനെയും അവിടുന്ന് മാറ്റിയെടുക്കുക എന്നായിരുന്നു ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആംബിഷൻ അല്ലെങ്കിൽ ഒരു മോട്ടീവ്. അതവർ സാധിച്ചു. അത് ചിലപ്പോൾ പുള്ളി എന്നെ കൊണ്ടുപോയി തലവെച്ച കേസിൽ സംഭവിച്ചായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി അറിയാതെ പുള്ളിയെ പെടുത്തിയ കേസുമായിരിക്കാം. അത് എന്താണ് ഇപ്പോഴും തെളിയിച്ചിട്ടില്ലല്ലോ. സോ ഐ കാൺ ജഡ്ജ് അബൌട്ട് ഇറ്റ്. ബട്ട് ദ അൾട്ടിമേറ്റ് മോട്ടീവ് വാസ് ടു മൂവ് ഹിം ഫ്രം ദാറ്റ് പൊസിഷൻ. അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എല്ലാവരെയും ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹം അതായിരുന്നു. മോട്ടീവ് എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഒരു അംബിഷൻ, അല്ലെങ്കിൽ ആഗ്രഹം എന്ന് വേണം പറയാം. അല്ലേ? ദിലീപ് പോയി കഴിഞ്ഞപ്പോൾ ആണ് പലർക്കും മെയിൻ സ്ട്രീം സിനിമയിലേക്ക് അവരുടെ മുഖങ്ങൾ പ്രോമിനൻ്റ് ആയിട്ട് വന്നു തുടങ്ങിയതും അവർ സിനിമ ഇൻഡസ്ട്രിയിൽ കാശുണ്ടാക്കാൻ തുടങ്ങിയതും. അത് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന സംഭവമാണ്. അത് വളരെ വ്യക്തമാണ്. ഇൻക്ലൂഡിങ് അവർ സൂപ്പർ സ്റ്റാർസ്. അവർ വരെ ആ സമയത്ത് ഒതുങ്ങിക്കെടുക്കുകയായിരുന്നു. ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസും ഇതൊക്കെ എപ്പോഴാണല്ലോ ആക്റ്റീവായത്. അതിന് മുമ്പ് അത്ര വലിയ ആക്ടിവിറ്റി ഒന്നും അവർക്കുണ്ടായിരുന്നില്ലല്ലോ. എത്ര സൂപ്പർ ഹിറ്റുകൾ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയാൽ മതി. എനിവേ, സോ അതൊരു ഭാഗം, അതൊരു തുടക്കമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡ് ഓഫ് ദ ഗെയിം, അല്ലെങ്കിൽ ഒരു എൻഡ് ഗെയിം എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സിസ്റ്റിംഗ് താരരാജാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഈ ഇൻഡസ്ട്രി എന്താ പറയുക അടക്കി വാഴുന്ന താരരാജാക്കന്മാരെ ഒഴിവാക്കി പുതിയ തലമുറയിലെ താരരാജാക്കന്മാരും റാണിമാരും അവർക്ക് വരാൻ ഉള്ളൊരു വേദിയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്നത്. അത് തന്നെത്താൻ ഒരുങ്ങി വന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. പക്ഷേ ഉറപ്പായിട്ടും ഇതിൻ്റെ പുറകിൽ ഇവിടെ ഒരു പവർ ഗ്രൂപ്പുള്ള പോലെ അവിടെയും ഒരു മറുവശത്തും ഒരു പവർ ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ പവർ ഗ്രൂപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പീഡനവിരുദ്ധന്മാരുള്ള പവർ ഗ്രൂപ്പ് അല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഈ ഒരു
ഭാഗത്ത് ഇപ്പം ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്, അതേപോലെ വേറൊരു പവർ ഗ്രൂപ്പ് ഈ എന്താ പറയുക, നമ്മളെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചിന്തിച്ചു നോക്ക്. ശരിയല്ലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് തെറ്റാണെങ്കിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം, അറിയില്ല. പക്ഷേ ഞാൻ ഇതുവരെ ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ എനിക്ക് അനലൈസ് ചെയ്യാൻ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയത് എങ്ങനെയാണ്, ഒരു പവർ ഷിഫ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ഈ ഒരു പുതിയ തലമുറയിലെ ആൾക്കാർ, അവർക്കും സ്ഥാനമാനങ്ങൾ വേണം. അവർ കാലാകാലങ്ങളായിട്ട് ഇവരുടെ അണ്ടറിൽ ഇങ്ങനെ ചേട്ടാ, അണ്ണ, അല്ലെങ്കിൽ സാർ, ചേട്ടൻ മറ്റേതാണ്, ചേട്ടൻ മറിച്ചേതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കല്ലേ. അങ്ങനെ ഒരു അടിമത്തം പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത് ചില സമയത്തൊക്കെ. ഇവരെ ഒരു പൊക്കി പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ, ബിക്കോസ് ദേ ആർ ലൈക്ക്, അത് പറയാതെ രക്ഷയില്ല എന്നുള്ള രീതിയിലാണ് വെറുതെ പ്രൈസ് ചെയ്യുക. ലാലേട്ടൻ, അതാണ് ഇതൊക്കെ. ലാലേട്ടൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, മമ്മൂക്ക എന്താണെന്ന് നമുക്കറിയാം. ഇവരങ്ങ് പൊക്കി പറഞ്ഞ് മമ്മൂക്ക എന്താ ഗ്ലാമർ ഇപ്പോൾ വരും, അല്ലെങ്കിൽ ലാലേട്ടൻ ഇത് ചെയ്ത് കണ്ടില്ലേ, ഇത് വെറുതെ അവരെ മുമ്പിൽ ഇരുന്നിട്ട് അവരെ പൊക്കി പറഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥ ഇവരെന്നെ ഉണ്ടാക്കി വെച്ചാന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ മേ ബി ദേ ആർ റിക്വയർഡ് ടു ഡു ഇറ്റ്, ഐ ഡോണ്ട് നോ. സോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്തായാലും എല്ലാവരും ആഗ്രഹിക്കും, പ്രത്യേകിച്ച് യങ്ങൻ ജനറേഷൻ. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഉയർന്നു വരുന്ന കുറേ നല്ല കലാകാരന്മാരും കലാകാരികളുമുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്, കൊമേഡിയൻസ്, സീരിയസ് ആക്ടേഴ്സ്, ഡ്രാമ ആക്ടേഴ്സ്, ക്യാരക്ടർ ആക്ടേഴ്സ്, എല്ലാവരും വില്ലൻസ്, എല്ലാവരും നല്ല എന്താ പറയുക പൊട്ടൻഷ്യലുള്ള ഒരു ജനറേഷൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ. മറ്റുള്ള ഇൻഡസ്ട്രിയിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് വരുന്നത് നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അടുത്തുള്ള കുറേ സിനിമകളിലൊക്കെ കുറേ മാറ്റങ്ങൾ കണ്ടില്ലേ. ഡയറക്ടേഴ്സിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറി തുടങ്ങി. ദ വേ ദേ അപ്രോച്ച് ദ മൂവി, ദ വേ ദേ ഡെലിവർ ദ മൂവി, അതിൻ്റെ ഒരു അഡ്വർടൈസിങ് ലെവൽ വരെ മാറി തുടങ്ങിയപ്പോൾ. സോ ഇങ്ങനെ ഒരു ജനറേഷൻ ഇവിടെ ഉള്ളോടെ ഇങ്ങനെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ഓൾഡർ ജനറേഷൻ ഹാസ് ടു ഗീവ് ദം വേ. അപ്പോൾ ഗീവ് ദം വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായാലും ചുമ്മാ മാറിക്കൊടുക്കാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. ഇവിടെ നമുക്കറിയാം, ഇവരൊന്നും ഒരിക്കലും ഇപ്പോഴും നിത്യയൗവനം എന്ന് പറഞ്ഞു നടക്കുകയാണ് എല്ലാവരും. അതിന് മാത്രം ഈ അടുത്താണ് കുറച്ചും കൂടി ഒരു നിത്യയൗവനൊക്കെ വിട്ട് കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കലായിട്ടുള്ള റോൾസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്, അതും വല്ലപ്പോഴും. അപ്പോൾ അത് മാത്രമല്ല, റോൾ ചെയ്യുന്നത് മാത്രമല്ല, ഇവർ അപ്രോച്ച് ടുവേർഡ്സ് ദ അതേഴ്സ് അവരിപ്പോഴും ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ തന്നെ അവരിപ്പോഴും നടക്കുന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വരുന്ന പഹയന്മാരും അതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ഓൾസോ നീഡ് ദാറ്റ് സ്പേസ്. അവർക്ക് ആ സ്പേസ് വേണം. ഇവർ ഷോ കാണിക്കുന്ന പോലെ അവർക്കും ഷോ കാണിക്കണം. അതല്ല അതിൻ്റെ ഒരു കാലചക്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ എവല്യൂഷൻ്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞ പോലെ അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് വേണം. സോ ഇവർ മാറിക്കൊടുത്താൽ മാത്രമേ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഇവരിവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തോളം അവർക്ക് ഒന്നും കയറി വെട്ടാൻ പറ്റില്ല. ഈ അച്ചീവ്മെൻറ്റ്സ് നടക്കുന്ന അവാർഡ്സും ഭയങ്കര, പക്ഷെ അതല്ലല്ലോ ഇവർക്ക് ആ ഒരു പ്രോമിനൻസ്, ഇവരങ്ങോട്ടൊരു ഫ്രണ്ട് ഷോമാൻഷിപ്പിലേക്ക് വരാൻ പറ്റുന്നില്ല അവർക്ക്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ സിനിമയിൽ ഷോമാൻഷിപ്പിൽ വരുന്ന കാര്യമല്ല, ഈ അതിൻ്റെ പുറകെയിലുള്ള ഈ അവസ്ഥയിൽ ഒരു ലാലേട്ടൻ, മമ്മൂക്ക എന്നുള്ള ലെവലിലേക്ക് രാജുവേട്ടനോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല. ഇപ്പോഴും അവർക്കൊരു മുമ്പിലൊരു അവരിപ്പോഴും ഒരു ഷെയ്ഡിലാണ് നിൽക്കുന്നത്. സംഭവം അവർ കുറേ അച്ചീവ്മെൻ്റ് ആണ്, അതിൻ്റെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആ മറവുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ച്, ഈ ഒരു ഫേസ്, ഈ ഒരു ചേഞ്ച് എനിക്ക് തോന്നുന്നു ഇത് ബേസിക്കലി ഇറ്റ്സ് എ ചേഞ്ച് ഇൻ മലയാളം ഇൻഡസ്ട്രി ഫോർ ദ ഗുഡ് ഓർ ഫോർ ദ ബാഡ്, ഐ ഡോണ്ട് നോ. ഹോപ്പ്ഫുള്ളി ഫോർ ദ ഗുഡ്, ബിക്കോസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സെൻസിബിളാണ് യങ്ങർ ജനറേഷൻ. അതിൽ കുറേ വൃത്തികെട്ടന്മാരുണ്ട്, പക്ഷേ ഒരു സെൻസിബിളായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ജെന്യുവനായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ ഐ ഹോപ്പ് ദേ ഡു മോർ ചേഞ്ചസ്. ഇതുപോലെ വുമൺ സേഫ്റ്റി, മറ്റുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഒരു പവർ ഷിഫ്റ്റാണ്
ഞാൻ കണ്ടെടുത്തോളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പഴയ തലമുറയെ മാറ്റിയിട്ട് പുതിയ തലമുറയിലെ ആൾക്കാർ ഇടം പിടിക്കുന്നു, ലൈം ലൈറ്റിലേക്ക് വരുന്നു. ഇത് പണ്ടൊരു സമയത്ത് സംഭവിച്ച് ഉണ്ടായിരിക്കണം. ഈ എന്താ പറയുക, നമ്മളെ പ്രേം നസീർ, ആ ഒരു ഇറ കഴിഞ്ഞിട്ട് വന്ന മമ്മൂട്ടി മോഹൻലാൽ ഇറ, പ്രേംനസീർ സത്യൻ മാഷ്, അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇറ ഒന്നുമല്ലോ. പക്ഷെ അവിടെ നിന്ന് അത്ര സംഭവം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിരുന്നു ഇരിക്കുന്നവർക്കൊക്കെ. അറിയില്ല, ചിലപ്പോൾ അങ്ങനെയായിരിക്കും. നമ്മളത് കണ്ടിട്ടില്ല, ഞാനത് കണ്ടിട്ടില്ല. സോ അന്ന് ഇത്രയും എക്സ്പോഷറും ഇല്ലല്ലോ നമുക്ക് ഈ ഇൻഡസ്ട്രി ആയിട്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സോ ഐ ഫീൽ ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. പിന്നെ പീഡനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഈ പലരും പീഡനം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം ജെന്യുവൻ ആണോ എന്നൊന്ന് അവരെ പല എന്താ പറയുക, അവർ പറയുന്ന പല കാര്യങ്ങളും കേട്ടുകഴിഞ്ഞാൽ നമുക്കത് ജെന്യുവനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ പറയാം, ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഐ എം വിത്ത് ദ വിക്ടിം എന്നൊക്കെ പറയാം. ഇത് മറ്റേ ബാവേണ്ട കേസ് പോലെയല്ലല്ലോ ഈ സംഭവങ്ങളൊന്നും. ചിലവർ പറയുന്നത് തൊട്ടു, പിടിച്ചു, വളയമ തൊട്ടു, പിന്നെ തലമുടി തൊട്ടു, അപ്പോഴേക്കും ഞാൻ റൂം ഇട്ട് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ വാതിൽ വന്ന് മുട്ടി, ഫോൺ കോളിൽ വിളിച്ച് തെറി പറഞ്ഞു, അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ ഇതിൽ ശരിക്കും ഫിസിക്കലി അല്ലെങ്കിൽ പ്രോപ്പർലി ഇത് ചെയ്തു നടന്നോ ഇല്ലയെന്നോ നമുക്കറിയില്ല. അങ്ങനെ നടക്കാതിരുന്ന് ഐ ഹോപ്പ് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അല്ല, ഞാനിത് മറ്റേ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരെ ഞാൻ കുറ്റം പറയല്ല പറയുന്നത്. പക്ഷേ ആരോപിതരായ ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, അവരെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇതിൽ എത്ര ജെന്യുവിനിറ്റി ഉണ്ട്, ഇവരൊക്കെ ജെന്യുവിൻ ആണോ എന്നൊക്കെ ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. എന്നിട്ട് വേണം ആക്ഷൻ എടുക്കാൻ. അത് ഒരാളെ കൊണ്ടുപോയി കേസ് കൊടുക്കുമ്പോഴേക്കും അയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറ്റി എല്ലാ പത്രത്തിലും ഇയാൾ പീഡനക്കാരനാണെന്ന് പറഞ്ഞിട്ട് നാറ്റിക്കുകയല്ല വേണ്ടത്. പ്രോപ്പർലി ജെന്യുവിനി അന്വേഷിച്ചിട്ട് വേണം ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ, അല്ല ഒരു റിസൾട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം പുറത്തു വരുത്താൻ. പക്ഷേ മാധ്യമങ്ങളൊന്നും ഇപ്പം അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവർക്കൊരു ആഘോഷമാണ് ഇപ്പോൾ, അതൊരു ചാകരയാണ്. അപ്പോൾ അതുകൊണ്ട് ഈവൻ ഇപ്പോൾ വഴി പോകുന്നവൻ്റെ പേര് ചേട്ടാ എന്ന് ഈ പെണ്ണ് അവിടെ വിളിച്ച് അതാ അയാളാണ് അടുത്ത പ്രതി, അയാളായിരിക്കും, ഇയാളുടെ പേരും, ഇയാൾ പോകുന്ന വഴിയിൽ ആ സ്ത്രീ അയാളെ വിളിച്ചു, അയാൾ തിരിഞ്ഞു നോക്കിയില്ല, ഇയാൾ ഉറപ്പായിട്ടും പീഡനക്കാരനായിരിക്കും എന്നൊക്കെയാണ് ആ ഒരു ലെവലിലെത്തിയിപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ പോണ വഴിക്ക് അച്ഛനാക്കിയിട്ട് അയാൾ ആ ഒരു ലെവലിൽ തുമ്മിയാ തെറിക്കുന്ന മൂക്ക് പോലെയായിപ്പോൾ ഈ മാധ്യമങ്ങളുടെ അവസ്ഥ. ഇവർക്ക് ഒരു ബൈറ്റിന് വേണ്ടി ഇവരങ്ങ് അലഞ്ഞു തിരിയാണ്. അതങ്ങോട്ട് എന്തോ ഒരു വൃത്തികെട്ട രീതിയിലാണ് അവരത് ചെയ്യുന്നത്, ഒരു മാന്യതയില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഒരാളുടെ പേര് പറയുമ്പോഴേക്കും അയാളോടൊരു കാര്യം ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇയാൾ പറയുന്നത് ശരി തന്നെയാണോ, ഇയാൾ അറിയോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പാണ് ഈ കാര്യങ്ങൾ തന്നെ അയാൾ തന്നെയാണ് 100% ഷുവർ, മറ്റാളുണ്ട്, ഇയാളുണ്ട്, അവർ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇവർ ഫോൺ വിളിച്ച് പറഞ്ഞു, അയാളുടെ കയ്യിൽ പ്രൂഫുണ്ട്, ഇവരെന്നെ പ്രൂഫ് ഉണ്ടാക്കുന്നു, ഇവരെന്നെ പറയുന്നു എല്ലാറ്റിനും പ്രൂഫുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ചോദിക്കുമ്പോൾ ഒന്നുമില്ല കയ്യിൽ. ഇതാണ് ഇപ്പോൾ മാധ്യമങ്ങൾ സംഭവം. അവർക്കൊരു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയുള്ളൊരു സംഭവം കിട്ടി. അതിനിടയിൽ നമ്മളെ വയനാടും പിന്നെ നമ്മളെ അർജുനൊക്കെ അവർ മറന്നുപോയി. അവിടെ ഇപ്പം മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എന്തായോ, അല്ലെങ്കിൽ ആ വയനാട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവരിപ്പോൾ സ്കൂളിലൊക്കെ താമസിച്ച് ചേർന്ന കുറേ അഭയാർത്ഥികളൊക്കെ അവരവസ്ഥ എന്തായോ എന്നൊന്നും ആരും പറയുന്നില്ല. ഇപ്പോൾ അതൊന്നും ഇപ്പോൾ നമുക്ക് ബാധകമേ അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ പോക്ക്. അവിടെ എന്ത് പണ്ടാരം ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ഇപ്പം നമുക്ക് പീഡിതരെ കണ്ടുപിടിക്കണം, പേരുകൾ പുറത്തു വരണം, അന്ന് 5 നമ്പറായി, നാളെ 6 നമ്പർ വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അല്ലാതെ അവിടെ എത്ര കുടുംബങ്ങൾക്ക് പുതിയ വീടല്ല, അറ്റ്ലീസ്റ്റ് മാറി താമസിക്കാൻ സ്ഥലം കിട്ടിയോ, ഫുഡ് കൊടുക്കുന്നുണ്ടോ, അവർക്ക് അത്യാവശ്യമുള്ള ഫുഡുണ്ടോ, മെഡിസിൻ ഉണ്ടോ, കൊച്ചുങ്ങൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ ഈ അനാഥരായ കുട്ടികൾക്ക് അവർ ഏറ്റെടുക്കാൻ ആരെങ്കിലും വന്നോ, ഏതെങ്കിലും സംഘടനകൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വല്ല തിരിമറികൾ നടക്കുന്നുണ്ടോ,
അവരെല്ലാം സേഫാണോ, ഇതൊന്നും ആർക്കും ആരും പറയുന്നില്ല. ഇപ്പം അതൊന്നും ഒരു വാർത്തയല്ല, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ അത് നടക്കുമ്പോൾ എന്തായിരുന്നു ഇവിടെ? ഇവരാണ് ഈ ദുരന്തത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ഈ മാധ്യമങ്ങൾ നടന്നിരുന്നത്. മനസ്സിലായോ? ഇവർ കാരണമാണ് ദുരന്തത്തിൽ നിന്ന് എല്ലാവരും പകുതി ആ രക്ഷപ്പെട്ടവരൊക്കെ ഇവർ കാരണം രക്ഷപ്പെട്ടു എന്നാണ് രീതിയിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ആ ഒരവസ്ഥയിലായിരുന്നു ഇവരെ പറച്ചിലൊക്കെ. അപ്പോൾ പിന്നെ വേറൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഈ ദിലീപിൻ്റെ കേസ് കുറേ നാളായിട്ട് പൊടി പൊടി ഏറ്റുകിടക്കുകയായിരുന്നു. അതുകൊണ്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ദിലീപും അത്യാവശ്യം ഞാൻ രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, ഇനിയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് എളിഞ്ഞ് നടക്കട്ടെ എന്നൊക്കെ രീതിയിൽ പുള്ളി ഒന്ന് ഇറങ്ങി 2-3 സിനിമയിലൊക്കെ ചെയ്ത് ഒന്നിങ്ങനെ ഞെളിഞ്ഞ് വിരിഞ്ഞ് കയ്യൊക്കെ ഒന്ന് റിലാക്സായി വരികയായിരുന്നു. അപ്പോൾ ഇതാ ഹേമ കമ്മിറ്റി വന്നു. പക്ഷെ ഹേമ കമ്മിറ്റിയിൽ ദിലീപിന് അഗെയിൻസ്റ്റ് ഒരു പരാമർശവും ഇല്ല കേട്ടോ. ഈവൺ ആ ഇൻസിഡൻറ്റിനെ പറ്റിയൊരു പരാമർശം ഇതിൽ വന്നിട്ടില്ല. അതാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഇങ്ങനൊരു പീഡനം നടന്നതിനെ പറ്റി ഒരു വാർത്ത പോലും ഞാൻ അതിൽ കണ്ടിട്ടില്ല. WCC ഫോം ചെയ്തു, WCC ഫോം ചെയ്ത ആളിതിൽ വിട്ടുപോയി, പിന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ ഒരു വാർത്ത വന്നു. ഒബ്വിയസ്ലി മഞ്ജു വാര്യറിനെ കുറിച്ചായിരിക്കും അവർ പറയുന്നത്, എനിക്കറിയില്ല. ഐ എം നോട്ട് ഷുവർ. ബട്ട് എല്ലാവരും പറയുന്നുണ്ട് അത് മഞ്ജു വാര്യർ ആയിരുന്നു, മഞ്ജു വാര്യർ പ്രതികരിച്ചില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഇരയുടെ സംഭവം, ആ ഒരു സംഭവത്തിൻ്റെ ഒപ്പം നടന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഈ റിപ്പോർട്ടിൽ ആരും പരാമർശിച്ചുകൊണ്ടൊന്നും അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടുപോലില്ല. പിന്നെ ഇപ്പോൾ ദിലീപിനെ വീണ്ടും കേസ് അത് പൊക്കിക്കൊടുക്കാൻ, പൾസർ സുനിക്ക് അസുഖമാണ്, പുള്ളിക്ക് അധികം നാൾ ജയിലിൽ കിടക്കാൻ പറ്റില്ല, പുള്ളിക്ക് ചികിത്സ വേണം, അതുകൊണ്ട് കേസ് അത്രയും ഇതാക്കണം, അതുകൊണ്ട് ദിലീപിനെ ഉള്ളിലിടണം. കേസ് എത്രയും വേണം, വിധിയാക്കണം എന്നല്ലാണ്ട് ദിലീപിന് ഉള്ളിടണം എന്നാണ് പറയാൻ ഇവരൊക്കെ ആരാ? ഇവർക്ക് വല്ല പ്രൂഫുണ്ടോ? അതിനുള്ളിൽ മൊഴി മാറ്റിയത് ഇതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ, അതൊക്കെ അന്നേ സംഭവിച്ച കാര്യമാണ്. പിന്നെ ഇപ്പം എന്താ സംഭവം? അന്ന് കോടതി അത് വെറുതെ വിട്ടല്ലോ, മീൻസ് കോടതിക്ക് നോ പ്രോബ്ലം ആയിരുന്നു. പിന്നെ ഇവർക്ക് എന്താ എത്ര പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയിൽ ഈ മാധ്യമങ്ങളിലൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് ഇനി അടുത്ത സംഭവങ്ങൾ എന്തോ വരുന്നുണ്ടെന്നാണ് ഇതിൽ എനിക്ക് തോന്നുന്നത്. ഈ മാധ്യമ പ്രവർത്തകരിൽ മുൻനിരയിലിരിക്കുന്ന ആൾക്കാരൊന്നും അത്ര വലിയ സൽപുത്രന്മാരൊന്നല്ലെന്ന് ഇന്നലെ ഞാനൊരു TG മോഹൻദാസിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അവരുടെ അസോസിയേഷനിൽ ഇപ്പം ഈ ആൾക്കാരൊന്നും വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ല, അവരൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ വിട്ട് പുറത്താക്കി, സാധാരണ ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ അവിടെ നടക്കുന്ന പീഡനങ്ങൾക്ക് ഇവർ ഉത്തരവാദിത ആയതുകൊണ്ടാണെന്നാണ് TG മോഹൻദാസ് പറയുന്നത്. നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടു നോക്കും. അപ്പോൾ അവർക്ക് എഗെയിൻസ്റ്റും എലിഗേഷൻസ് വരുന്നെന്ന് കണ്ട സംഭവത്തിലായിരിക്കും ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയെ മാറ്റി നിർത്തിയിട്ട് ആ റിപ്പോർട്ടിൻ്റെ അവസ്ഥകളൊക്കെ, അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ നമ്മളെ റിപ്പോർട്ടറും 24-ഉം ഒക്കെ ഭയങ്കരമായിട്ട് കണിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അന്നേരം ഏഷ്യാനെറ്റൊന്നും അതിൽ വലിയ ഇത് കാണിക്കുന്നില്ല. അപ്പോൾ തന്നെ ഇതിൽ മനസ്സിലാക്കാം അവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന്. ഈ മാധ്യമങ്ങളുടെ ഇടയിലും എന്തോ കളി നടക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്ന് ഇപ്പോൾ അവർക്ക് ദിലീപിൻ്റെ കേസ് പൊക്കിക്കൊണ്ടിരണം, അതാണ്. അത് അങ്ങോട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഈ പീഡന കേസും ഇതൊക്കെ ഒന്ന് താന്നു പോകും. പിന്നെ എല്ലാവരും കോൺസെൻട്രേഷൻ അതിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറകെ ഓൾറെഡി നമുക്കറിയാം, നമ്മളെ ഫണ്ട് വെട്ടിപ്പും പിന്നെ മറ്റേ കുറേ കേസുകളും സർക്കാരിന് ഒതുക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സഹായമായി എന്നുള്ളത് വാസ്തവം. അതിപ്പോൾ അവർ അറിഞ്ഞിട്ടോ അറിയാതെയോ എന്തായാലും അത് സഹായിച്ചു. ഇപ്പോൾ വേറെ ഒരു ന്യൂസും അതിൽ വരുന്നില്ല. അപ്പോൾ അത് മാത്രമല്ലേ ഉള്ളൂ. അതിനിടയിൽ ഇപ്പോൾ ദിലീപിനെ പൊക്കിക്കൊണ്ടിരിക്കുന്നു. അതിന് ഇത്ര നാളും മോഹൻലാലിനെയും മമ്മൂട്ടീനെയും കരിവാരി തേക്കാനായിരുന്നു ചിലരുടെയൊക്കെ ശ്രമം. അതിനിടയിൽ സുരേഷ് ഗോപിക്ക് ഇട്ട് പണി കൊടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരങ്ങനെ പല രീതിയിലും ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുക. ഇവർക്ക് ഇരയുടെ എണ്ണം ഈ എന്താ പറയുക, പീഡിപ്പിക്കുന്നവരുടെ എണ്ണം കൂട്ടും വേണം. അതിനിടയിൽ അവരെ പേരൊന്നും വരാനും പാടില്ല. പക്ഷേ ഇത് വരുന്നെന്ന് കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ദിലീപിൻ്റെ കേസൊക്കെ ഇപ്പോൾ വീണ്ടും പൊക്കി കൊടുത്തിട്ട് അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താണ് സംഭവിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
നാളെ രാവിലെ ന്യൂസ് തുറന്നു നോക്കിയാലേ ഇനി അടുത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ, നമ്പർ വീണോ വിക്കറ്റ് വീണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ എനിവേ ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. നമ്മളൊരു എന്തായാലും മലയാളികൾക്ക് ഒരു ആഘോഷമായി. ഓണത്തിന് മുമ്പ് അതിലും നല്ലൊരു ആഘോഷം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. മുത്തുച്ചിപ്പിങ് ക്രൈം ഫയലൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടാന്നുള്ളൊരു അവസ്ഥയിൽ എത്തി. അതിനേക്കാളും വൃത്തിയായിട്ട സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ന്യൂസ് മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എനിവേ നമുക്ക് നോക്കാം. വേണമെങ്കിൽ അടുത്ത വീഡിയോ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ. വേറെ പണിയൊന്നുമില്ലല്ലോ എനിക്ക്.